നമ്മുടെ പോലീസുകാർ കേട്ടോ, പ്രത്യേകിച്ച് സിവിൽ പോലീസ് ഓഫീസേഴ്സ് എന്ന് അവർ പറയും, CPOമാർ, അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം അവരുടെ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എപ്പോഴും അവർക്ക് അവധി പോലും കൊടുക്കത്തില്ല. അവധി ചോദിച്ചാൽ അവധി കൊടുക്കില്ല. അവധിയില്ല. ആര് പറയും അവർക്ക് അവധി കൊടുക്കണമെന്ന്? ഇല്ല, മിലിറ്ററി റൂൾ പോലല്ലേ, ഫസ്റ്റ് ഒബേ ആൻഡ് ദെൻ കംപ്ലൈൻറ്റ് എന്നല്ലേ. ആദ്യം അവർക്ക് ലീവ് ഇല്ല എന്ന് പറഞ്ഞാൽ ലീവില്ല, തീർന്നു. പിന്നെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തോണം, ലീവ് തന്നില്ല. എളുപ്പമുള്ള കാര്യമല്ലേ. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു CPO, ഒരു പാവ മനുഷ്യൻ, അയാൾ ഒരു 3 തവണ അയാളുടെ അമ്മയുടെ ഓപ്പറേഷന്, വേറെ ആരും പോയി നിൽക്കാനില്ല, അയാളുടെ അമ്മയുടെ ഒരു ഓപ്പറേഷന് വേണ്ടി 3 തവണ അവധി ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം ഡിനേ ചെയ്തു, അവധിയില്ല. അവസാനം ഉണ്ടല്ലോ, ഇയാളുടെ ജോലി ഭാരം, അതുപോലെ തന്നെ സർവീസിൽ ഇയാൾക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, ഇവർക്ക് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് സർവീസിൽ. ഈ മേലധികാരികളൊക്കെ ഇവരുടെ അടുത്ത് പെരുമാറുന്നുണ്ടല്ലോ, ആട്ടും തുമ്പും സഹിച്ച് ഇവർ ഈ പാവങ്ങൾ ജോലി ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഈ SHO എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആൾക്കാരല്ലയോ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ, പൂജ്യമാണ് യഥാർത്ഥ വട്ടപൂജ്യം, സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നതാണ്. പക്ഷേ ഇവരെയൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആരാന്നാണ്. എന്നിട്ട് എന്താ, അവർക്ക് ഇതുപോലെ ആട്ടും തുപ്പും മേളിൽ നിന്ന് കിട്ടും, അതിൻ്റെ മുകളിലുള്ളവന്മാർ ഇതുപോലെ ചെയ്യും. അപ്പോൾ അത് നേരെ താഴോട്ട് കൊടുക്കും, ഇവർ ഈ CPOമാരുടെ നെഞ്ചത്തോട്ട് കയറും. അപ്പോൾ ഇവർക്ക് ലീവ് കൊടുക്കുകയില്ല. അവസാനം ഇയാൾ ഈ CPO മനം തന്ന് 3 തവണ അവധിക്ക് അപേക്ഷിച്ചു. അമ്മയുടെ ഓപ്പറേഷൻ നടക്കുന്നില്ല, പോയി നിൽക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അയാൾ അവസാനം ഒരു കാര്യം ചെയ്തു, നിവർത്തിയില്ല, ഇനി ഇതങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം. ഇയാൾ ഈ വിവരമൊക്കെ കുറിച്ച് വെച്ചു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഇട്ടു. ആ പോസ്റ്റൊക്കെ ഇപ്പോൾ പിൻവലിപ്പിച്ചു കേട്ടോ. എന്നാലും വാട്സാപ്പിലാണ് ഇയാൾ എഴുതിയത്. ആ വാട്സാപ്പിലെ അത് പിൻവലിച്ചെങ്കിലും അതിന് മുമ്പ് കുറേ പേര് അത് എടുത്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് വെളിയിലായി. അപ്പോൾ അയാളുടെ ആ ഫാനിൽ ഇയാൾ കയറി തൂങ്ങി കേട്ടോ. തൂങ്ങിയപ്പോൾ ആ ഫാനിന് ഇയാൾ ഉദ്ദേശിച്ചതിൻ്റെ അത്ര ബലമില്ലായിരുന്നു. ആ ഫാനിൻ്റെ ഇതെല്ലാം കൂടെ ഒടിഞ്ഞ്, അതിൻ്റെ ലീഫെല്ലാം കൂടെ ഒടിഞ്ഞ് ഇയാളും അങ്ങ് താഴെ വീണു. ആ ലീഫൊക്കെ കൂടി ഇയാളുടെ മുഖത്ത് പതിച്ചു. ഏതാണ്ട് ഒരു 10-17 മുറിവുകൾ മുഖത്തുണ്ടായി, തയ്യലുമൊക്കെ വേണ്ടി വന്നു. അങ്ങനെ അയാൾ ആശുപത്രി ചികിത്സയിലാണ് ഇപ്പം. ഇതാണ് ഇപ്പോഴത്തെ സംഭവം. അപ്പം ഞാനിത് പറയാൻ കാരണം, ഈ മനസാക്ഷി ഇല്ലാതെ മേലുദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ കീഴുദ്യോഗസ്ഥരെന്ന് പറയുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു സ്ഥാപനം മുഴുവനായിട്ട് ഭരിച്ച ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ലീവ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതെങ്കിൽ ഉണ്ടെന്ന് വന്നാൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് നേരെ എൻ്റെ അടുത്ത് വരാം. എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതൊക്കെ നിൽക്കുന്ന ആൾ തടഞ്ഞാൽ പറയണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാണണമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോളുമല്ലോ. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പല പരാതികളും കൊണ്ടും. അതിനെല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടല്ലോ ആ സ്ഥാപനത്തിലെ, ഉണ്ട്, ഞാൻ പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ഇന്ന് മുതൽ ഈ ജില്ലയുടെ ചാർജുകൾ വന്നു, അവസാനം ഹൈക്കോടതിയുടെ ചാർജ് മുഴുവനായിട്ട് വന്നു. അപ്പോഴെല്ലാം ഞാനിത് ശരിയായ രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമായിട്ട് ഇത് വിളിച്ചു പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് എന്താ അറിയോ, ഈ പാവം പോലീസുകാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അവരുടെ കരച്ചിൽ, പരിദേവനങ്ങൾ ഇത് കാണാൻ ആരുമില്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ, മനുഷ്യനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് നോക്കാനും കാണാനും ഒന്നും ആരുമില്ല. അങ്ങനെ വന്നപ്പോൾ എന്താണെന്നറിയോ, അയാൾ എഴുതി വെച്ചു, കാരണം ഇവിടെ ഒരുപാട് പോലീസുകാരുടെ വേക്കൻസി ഉണ്ട്, പക്ഷേ അത് ഫില്ല് ചെയ്യാനായിട്ട് റൂറൽ SP താല്പര്യമില്ല. അപ്പോൾ റൂറൽ SPയുടെ കാര്യം വെളിയിൽ വന്നല്ലോ. അപ്പോൾ ഈ വേക്കൻസി ഒന്നും റൂറൽ SP നികത്തുന്നില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ റൂറൽ SPക്ക് പറയാതിരിക്കാൻ മാർഗമില്ലല്ലോ. അപ്പോൾ റൂറൽ SPയുടെ പ്രസ്താവന വന്നു, ലീവ് അനുവദിക്കേണ്ടത് ഞാനല്ല, റൂറൽ SP അല്ല അനുവദിക്കേണ്ടത്. പക്ഷേ തൃശ്ശൂർ റൂറൽ SPയുടെ കാര്യമാണിപ്പോൾ വെളിയിലേക്ക് വന്നത്. ഞാനല്ല അനുവദിക്കേണ്ടത്, അതാത് SHOമാരാണ് ലീവ് അനുവദിക്കേണ്ടത്.
അപ്പം എന്താ ലീവ് അനുവദിക്കാതിരുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു ബാധ്യത ഇയാൾക്കില്ലേ? അത് അയാൾ നിറവേറ്റുന്നില്ലല്ലോ. അയാളുടെ തലയിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞ് അങ്ങോട്ട് കളഞ്ഞു. അയാൾ പണ്ടൊരു കാതികനെ കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നു, പാട്ട് പാടി. നോക്കിയപ്പോൾ എന്താണെന്നറിയാം, താളമെല്ലാം തെറ്റിപ്പോയി കേട്ടോ. താളം തെറ്റിക്കഴിഞ്ഞപ്പം അയാൾ നേരെ ക്രുദ്ധനായിട്ട് ഈ കാതികൻ ഹാർമോണിസ്റ്റിനെ നോക്കി. ഹാർമോണിസ്റ്റ് എന്താണെന്നറിയോ, ഈ തബലയടിക്കുന്നവനെ അങ്ങോട്ട് നോക്കി. ഈ തബലയടിക്കുന്നവൻ അവസാനം ഈ ചേങ്ങലയടിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനെ നോക്കി. അപ്പോൾ ചേങ്ങലയടിക്കുന്നവന് പിന്നെ നോക്കാൻ ആരുമില്ല, അവനെ പുറയിലെ കർട്ടനിലേക്ക് നോക്കി ക്രുദ്ധനായിട്ട്. അതാണ് ഈ സംഭവിക്കുന്നത്. ഇവരിങ്ങനെ പരസ്പരം നോക്കിയോണ്ടായില്ല. ഈ പാവങ്ങളുടെ പരാതി കേൾക്കണം, കാണണം, പരിഹാരം ഉണ്ടാക്കണം. ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം എന്തിനാണ്? ബാക്കി എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുവയ്ക്കുമല്ലോ. ഇതുപോലുള്ള പോലീസുകാരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കാറുണ്ടോ? ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പവർഫുള്ളായിട്ടുള്ള അസോസിയേഷൻ ആണല്ലോ. അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ നോക്കിയാൽ മതി, അവർക്ക് മന്ത്രി പുങ്കവന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അല്ലാതെ അവർക്ക് നോക്കേണ്ടത് ഇതുപോലെ പാവപ്പെട്ട CPOക്കാരുടെ. പിന്നെ നിങ്ങൾ എന്തിനാ ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഈ പോലീസുകാർ ഈ അസോസിയേഷനുമായിട്ടൊന്നും സഹകരിക്കരുത് ഈ രീതിയിലാണെങ്കിൽ. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കാനില്ലെങ്കിൽ എന്തിനീ അസോസിയേഷൻ? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. ഞാനതിന് ഒരു പ്രസ്ഥാനത്തിന് കുറ്റം പറഞ്ഞതല്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് നടപടിയെടുക്കാനായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം, നിങ്ങൾ ആവശ്യപ്പെടണം, നടപടി ആവശ്യപ്പെടണം. അത് നടക്കത്തില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുള്ളവരല്ലേ, നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം. എനിക്കറിയാവുന്ന ഈ പോലീസ് അസോസിയേഷൻ തലപ്പത്തിരിക്കുന്നവരെല്ലാം പക്കാ രാഷ്ട്രീയക്കാരാണ്. ഇപ്പോൾ ഉള്ളതെല്ലാം CPMക്കാർ തന്നെയാണ്, അതിന് സംശയമില്ല. ആയിക്കോളൂ, നിങ്ങൾക്ക് അവരവർക്ക് രാഷ്ട്രീയമാവാം, പക്ഷേ ഈ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല. ഇതിനകത്ത് ഒരു പോലീസുകാരനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് നടപടിയെടുപ്പിക്കാനായിട്ട് നിങ്ങൾ നടക്കണം. അല്ല നിങ്ങൾക്ക് അവിടെ SHO പോസ്റ്റ് ചെയ്യിപ്പിക്കാനും DYSP മാറ്റാനും അതുപോലെ SP പോസ്റ്റ്, അതിനൊക്കെ പവറുള്ളവരാണ് നിങ്ങൾ കേട്ടോ, എനിക്കറിയാം. പക്ഷേ അതല്ല വേണ്ടത്. ഇവിടെ പാവപ്പെട്ട ഒരു പോലീസുകാരൻ തൂങ്ങി മരിക്കാൻ ഉള്ള ശ്രമം ഉണ്ടായി. മരിക്കാൻ പോയ എന്തിനാണ്? അയാൾ നേരിടുന്ന അവഗണന, തിരസ്കരണം, അതുപോലെ തന്നെ അയാളുടെ സർവീസിലുള്ള ബുദ്ധിമുട്ടുകൾ, അയാൾക്ക് അവധി കൊടുക്കാതിരിക്കുക, അയാളോടുള്ള ക്രൂരത, ഇതെല്ലാം മുൻനിർത്തിയാണ്, ഇത് എഴുതി വെച്ചിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യാൻ പോയത്. അയാൾ താഴെ വീണു, പരിക്ക് പറ്റി, അയാളുടെ മുഖത്ത് ഇതെല്ലാം കൂടെ വീണിട്ട് അവിടെ ഇവിടെ എല്ലാം മുറിവുണ്ടായി. അതിനിപ്പോൾ പാവം ചികിത്സയിലാണ്. ഇനി വരാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഈ പാവപ്പെട്ട പോലീസുകാരൻ സസ്പെൻഷനിലാവും. എന്താ കാര്യം? ആത്മഹത്യക്ക് ശ്രമിച്ചു. സർവീസിൽ, അതായത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി. അയാൾക്ക് അവധി കൊടുക്കാതിരുന്ന പ്രശ്നമല്ല. അയാളുടെ അമ്മ മരിച്ചാൽ ഇവർക്ക് എന്താ വേണം? അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുമായിട്ട് മുമ്പോട്ട് പോകരുത്. ഇനിയെങ്കിലും ഈ സേനയിലുള്ള ആളുകളെ സംരക്ഷിക്കണം. കാരണം അവർ നാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പിണിയാളുകളായി മാത്രം പ്രവർത്തിക്കേണ്ടവരല്ല അവർ. ആ വൈരാഗ്യമൊന്നും എടുത്തു വെച്ചിട്ട് ഈ പാവ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. അയാൾ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണ്. ആ പാവത്തിനെ വെറുതെ വിടണം.